വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണെങ്കിൽ അപ്പൻ്റെ പഴയ ബൈക്കാണ്, എന്ന് വെച്ചാൽ ബുള്ളറ്റാണ്. അപ്പോൾ ബുള്ളറ്റ് ഞങ്ങൾ ന്യൂജ രീതിയിൽ ഒന്ന് ആക്കിയെടുത്തതാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുവാണ്. അടിപൊളി റൈഡായിരുന്നു. ഇപ്പോൾ ബാക്കി അപ്പം പറയുന്നത് അപ്പോൾ നമ്മുടെ 93 സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആയിരുന്നു. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ 30 വർഷത്തോളമായി. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് ആ സ്റ്റാൻഡേർഡിൻ്റെ നോർമൽ പെയിൻറ്റിൽ നിന്ന് ഒന്ന് മാറ്റിയായിരുന്നു. ഒരു ബ്ലാക്കും വൈറ്റും ഇങ്ങനെ ആയിട്ടുള്ള, അത് ഞാനിവിടെ ഫോട്ടോയിൽ കാണിക്കാം. അത് കഴിഞ്ഞിപ്പം സ്വല്പം എൻജിൻ പണികളൊക്കെ വന്നപ്പോഴത്തേനും വർക്കുകളുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ പുതിയ കളറിലോട്ടൊന്ന് മാറ്റാമെന്ന് വെച്ചു. സ്റ്റാൻഡേർഡിൻ്റെ ആ ഒറിജിനാലിറ്റി ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുകയല്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ട് വരുന്ന താല്പര്യം അനുസരിച്ച് അങ്ങ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ കളറും. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് വന്നു പെയിൻറ്റിങ് ചെയ്തപ്പോഴും. അപ്പോൾ എന്നു വെച്ചാൽ നമ്മുടെ എൻജിൻ ഭാഗമൊക്കെ നമ്മളിപ്പോൾ പുതിയ ടൈപ്പിൻ്റെ, അതിപ്പം പൗഡർ കോട്ടിംഗ് ആണ്. പക്ഷെ നമുക്ക് പെയിൻറ്റർ, നമുക്ക് അതിനകത്ത് ഏറ്റവും ഗുണം പെയിൻറ്ററും നല്ല ഒരു പെയിൻറ്ററായിരുന്നു. ആ പുള്ളിയുടെ ആ ഒരു ഇതും അനുസരിച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്തങ്ങനെ അതിൻ്റെ മാത്രം നമുക്ക് എന്തുമാത്രം ഗ്യാരൻറ്റി ഉണ്ടെന്ന് പുള്ളിക്ക് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാവുന്ന ഭാഗമായ കാരണം നമ്മൾ പെയിൻറ്റ് എന്ത് ലാസ്റ്റിങ് കിട്ടുമെന്നറിയില്ല. പിന്നെ ഇപ്പം അതിന് നമുക്ക് അധികം മുടക്കമുള്ള ഒരു സംഭവം അല്ലാത്ത കാരണം ഇപ്പം നമ്മൾ ബഫ് ചെയ്യണതിനൊക്കെ ഇപ്പം നോർമലി എൻജിൻ ഭാഗമൊക്കെ അല്ലെങ്കിൽ ബഫിങ് ആണല്ലോ വരുന്നത്. അപ്പം ആ ബഫിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ചെറിയ തുകയാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ചൂടിന് ചെറുക്കുന്ന ഇതാണ് അതിൻ്റെ പ്രൈമറും പെയിൻറ്റും. പെയിൻറ്റ് നമ്മളെല്ലാം മാറ്റാണ് നമുക്ക് ആ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടി. നമ്മൾ ക്ലാസിക്കിൻ്റെ വരുന്ന കളറിൽ നിന്ന് ഒരു ഇച്ചിരിയുടെ കളർ ഡിമ്മാക്കി, നമുക്ക് അത്രയും ഒരു യെല്ലോയിഷ് കളറ് എനിക്കും ഇഷ്ടമില്ല. ഞങ്ങളെല്ലാവരും പിള്ളേർക്കും എല്ലാവരും ഒരു ടേസ്റ്റായിരുന്നു പെയിൻറ്റിങ് ചെയ്ത ആളും. അപ്പോൾ നമ്മൾ ആ പെയിൻറ്റ് ഒരു സ്വല്പം അതിന് മാറ്റം വരുത്തി. അപ്പോൾ നമ്മൾ ആ സാമ്പിൾ അടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ തന്നെ നമ്മൾ ചെയ്തു. ബാക്കി എല്ലാ ഭാഗവും ബ്ലാക്ക് മാറ്റാണ് കൊടുത്തേക്കുന്നത്. അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ചൂടാക്കുന്നിടത്ത് സ്പെഷ്യൽ പ്രൈമർ അടിച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ലെയ്ത്ത് വർക്കൊക്കെ തൃപ്പൂണിത്തുറയാണ് ചെയ്യിച്ചത്. ഇപ്പം സാധാരണ ബുള്ളറ്റിൻ്റെ ഒക്കെ ചെയ്യുന്ന അതിൻ്റെ നമ്പർ ഞാൻ ഇടാം. പിന്നെ വർക്ക് ആരക്കുന്നം സരുൺ എന്ന് പറഞ്ഞ മെക്കാനിക്കാണ്. മെക്കാനിക്കൽ ഭാഗങ്ങൾ എൻജിൻ അസംബ്ലി, ബോഡി ഫിറ്റിങ് എല്ലാം, ബാക്കി മെക്കാനിക്കൽ ഭാഗം എല്ലാം പുള്ളിയായിരുന്നു. അപ്പോൾ അതും നമുക്ക് നല്ല ഒരു ഇടപെടലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് നമുക്ക് വളരെ സന്തോഷമാകുന്ന കാര്യത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻജിൻ മെക്കാനിക്കൽ ഭാഗത്തിൻ്റെ ഒക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ആദ്യം ഓടിച്ചിട്ട് വന്നുള്ളൂ. വന്ന് കയറി കഴിയുമ്പോൾ തന്നെ മോളെയായിട്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് ഇപ്പം വന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയൊക്കെ നമുക്ക് ഓടിയിട്ടാണ് അറിയാവുന്നുള്ളൂ. ഇപ്പോൾ പെയിൻറ്റിൻ്റെ നമുക്ക് ചൂടായി കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴാണ് അവസ്ഥ അറിയാവുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഹാപ്പിയാണ്. എൻജിൻ ഭാഗമൊക്കെ ആണെങ്കിലും എല്ലാം നല്ല സൈലൻ്റായിട്ട് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി കൊടുത്തിട്ട് താമസം വന്നായിരുന്നു. എന്നു വെച്ചാൽ നമ്മളതിൻ്റെ പിസ്റ്റൺ സിലിണ്ടറും ഞാൻ ഒന്ന് മാറ്റിയായിരുന്നു. അപ്പം അതിനകത്ത് റിങ്സ് ഒക്കെ കിട്ടുന്നത് ഇപ്പം എല്ലാം പഴയ ടൈപ്പ് ഇല്ലാത്ത കാരണം 5 റിങ്സ്
അങ്ങനെ ആയ കാരണം അതിനുവേണ്ടി കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് 3 റിങ്സിൻ്റെ ആണ് ഇട്ടത്. അപ്പം അതിനു വേണ്ടിയൊക്കെ വന്നപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞു നമ്മൾ ഇറക്കിയപ്പോഴത്തേനും. അപ്പോൾ അന്നേരത്തിന് മഴയായി. അത് കാരണം ഇപ്പോൾ നമുക്ക് റൈഡിനും ഓക്കെ. ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇട്ടത് എന്നാന്ന് വെച്ചാൽ അപ്പം ബുള്ളറ്റിനെ സംബന്ധിച്ച് അറിയാമല്ലോ. ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൺപിള്ളേരും ആണുങ്ങളും പ്രായഭേദമന്യേ ആണുങ്ങളും ഇപ്പം പെണ്ണുങ്ങളും ഒക്കെ എല്ലാം ഒരു ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട്, പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ 30 വർഷത്തോളമായി. അപ്പോൾ അവനിഞ്ഞ് നമ്മുടെ അവസാനം വരെ ഇവിടെ ഒന്ന് നിർത്തുക, ബാക്കി പിള്ളേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നോക്കുക. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ അന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതാണ്. അതായത് കാലത്തിനനുസരിച്ചുള്ള ഇതിൽ. പിന്നെ പണ്ട് തൊട്ടേ ഇങ്ങനെ കൊണ്ടു നടക്കണേ അതേ ആ ഒരു നിക്കിലിങ്ങും സ്റ്റീലും അതിനോടൊക്കെ എനിക്കൊരു മടുപ്പ് വന്നു. നമുക്ക് ചില ആൾക്കാർ പറയുമോ പണ്ടത്തെ ഒരു ഇത് കളഞ്ഞു, സ്റ്റാൻഡേർഡിൻ്റെ ഇത് മാറ്റി. പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും കാലത്തിന് നമ്മളാണേലും അങ്ങനെയല്ലേ. പണ്ടത്തെ ഫാഷനിൽ നമ്മൾ ആരും ഇപ്പം ഇന്ന് നടക്കുന്നില്ലല്ലോ. അന്ന് 30 വർഷം മുമ്പുള്ള ഡ്രസ്സും കാര്യങ്ങളും ആ രീതിയിൽ ആരും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെല്ലാം കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളവനെ കാലത്തിനനുസരിച്ചൊന്ന് മാറ്റി. അപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ബാക്കി ഇഷ്ടപ്പെടുന്നവർക്കും കാണാം, ഇഷ്ടപ്പെടാത്തവർക്കും കാണാം. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ബാക്കി ഇവരുടെയൊക്കെ നമ്പറുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തത് കണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിറവത്ത് കൊച്ചുപള്ളിയുടെ അടുത്തുള്ള ആളാണ്. അപ്പോൾ സരൺ ആരക്കുന്നത്ത് വർക്ക്ഷോപ്പ്. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ നമ്പറും കൊടുക്കാം. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണേലും വേറെ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല ഇതുമായിട്ട് നന്നായിട്ട് ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിക്കും ചെയ്തു തരാൻ മനസ്സുള്ളവരാണ്. അപ്പം അവരുടെ നമ്പറുകളും ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതായിരിക്കും.